തിരൂരിൽ വന്ന BLO നാട്ടുകാരെ തുണി പൊക്കി കാണിച്ചു. നാട്ടുകാർ അതിൻ്റെ ഫോട്ടോയും എടുത്തു. ഇത് മലപ്പുറം ജില്ലയിലെ തവന്നൂർ തുപ്രങ്ങോട്ട് വന്ന SIRന് വന്ന BLOയാണ് ഈ പണിക്ക് പറ്റിച്ചത്. തിരൂരിൽ എന്യൂമറേഷൻ നടത്താൻ പൊന്നാനി താലൂക്ക് ഓഫീസിലെ വാസുദേവ് എന്നയാൾ വന്നു. അയാൾ മലപ്പുറം തവന്നൂർ തൃപ്പങ്കോട്ട് വന്ന് എന്യൂമറേഷൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു. കുറേയധികം ആൾക്കാരവിടെ കൂടി. ഇയാളിരിക്കുന്ന ആ ഓഫീസിൻ്റെ വെളിയിൽ ആൾക്കാർ ഒത്തിരി കൂടി. അവരുടെ മുൻവശത്ത് തന്നെയാണ് ഇയാൾ ഇരിക്കുന്നത്. ഇയാളെല്ലാം വളരെ സ്ലോയിൽ കാര്യങ്ങൾ നീങ്ങുന്നതുകൊണ്ട് നാട്ടുകാർക്ക് അരിശം വന്നു. കാരണം മഴയും ഇടയ്ക്കിടയ്ക്ക് വെയിലും ഒക്കെ നനഞ്ഞ് നിൽക്കുകയാണ്. അവർ മടുത്തു. അത് പ്രതികരിച്ചപ്പം ഇയാളും പ്രതികരിച്ചു, വാസുദേവനും പ്രതികരിച്ചു. വാസുദേവനും അവരുമായിട്ട് വഴക്കായി. നാട്ടുകാർ നിന്ന് മടുത്തു എന്നുള്ള കാര്യം പറഞ്ഞു. വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് എഴുതി പോകണമായിരുന്നു അയാളെ ക്ഷമ കെട്ടു. നാട്ടുകാരുമായിട്ട് വഴക്കായി. വഴക്കങ്ങ് മൂത്ത് കഴിഞ്ഞപ്പോഴാണ് ഇയാൾ എഴുന്നേറ്റ് നിന്ന് ആ നാട്ടുകാരൻ മുമ്പിൽ അങ്ങ് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുണ്ട് പറിച്ച് അങ്ങ് മാറ്റിയിട്ട് നാട്ടുകാരെ അയാളുടെ നഗ്നത കാണിച്ചു. ഇത് കെട്ടുകഴിവില്ലാത്തതാണ്. സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇയാൾ. അയാളുടെ പ്രൈവറ്റ് ഏരിയ നാട്ടുകാരെ പൊതുദർശനത്തിന് വെച്ചു. എന്തായാലും അയാളെ SIRന് മാറ്റി. അത് പോരാ. കാരണം ഇയാൾക്കെതിരായിട്ട് അതിശക്തമായ നടപടി വേണം. കോണ്ടക്ടറുകൾ മിസ്കോണ്ടക്റ്റാണ് കാണിച്ചത്. അയാൾക്ക് അശ്ലീല പ്രദർശനമാണ് നടത്തിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സോമോട്ടോ കേസ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, തവന്നൂർ ഭാഗത്തെ പോലീസ് ഉദ്യോഗസ്ഥർ എടുക്കണം. കാരണം അയാളൊരു പബ്ലിക് സെർവൻ്റാണ്. നാട്ടുകാരുടെ ആവശ്യത്തിന് വന്നയാളാണ്. അയാൾ വരുമ്പം തീർച്ചയായിട്ടും നാട്ടുകാരോട് കോർഡിയലായിട്ട് സംസാരിക്കണം. അയാൾക്ക് അരിശവും ദേഷ്യവും വന്ന് അയാൾ വീട്ടിൽ കാണിക്കുന്ന പോലെ അയാളുടെ തുണി പറിച്ച് നാട്ടുകാരെ കാണിച്ചു. ഏതായാലും അങ്ങനെ ഒരു സർക്കാർ ജീവനക്കാരൻ്റെ നഗ്ന ഫോട്ടോ നാട്ടുകാരുടെ കൈവശം മതി. അതിപ്പം വൈറലായിട്ടെന്ന് കേരളം മുഴുവൻ മലയാളിക്കിടയിൽ അത് വ്യാപിച്ചിരിക്കുകയാണ്. ഇയാൾക്ക് എന്ത് ഡിസിപ്ലിനാണുള്ളത്? ഇയാൾ പൊന്നാനി താലൂക്ക് ഓഫീസിലെ ജീവനക്കാരനാണെന്ന് പറയുന്നു. ഇയാൾക്കൊരു ജീവനക്കാരനായിട്ട് സർക്കാർ ജീവിതം തുടങ്ങാൻ കഴിയുമോ? തീർച്ചയായിട്ടും അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ്. ഒരു നഗ്ന പ്രദർശനം കാണിച്ചു നാട്ടുകാർ. സ്ത്രീകളും കുട്ടികളും ഒക്കെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഇയാൾ തുണി പറിച്ച് കാണിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ TV കൂടെ ചാനലിൽ കൂടെയൊക്കെ കണ്ടു അയാളുടെ പ്രവൃത്തി. അയാൾക്കൊന്നെങ്കിൽ മാനസികാരോഗ്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ അയാൾക്ക് കോണ്ടക്റ്റുകൾ എന്താണെന്ന് അറിയില്ല. അയാൾക്ക് അരിശവും ദേഷ്യം വരുന്ന അയാൾ വീട്ടിൽ കാണിക്കുന്ന പോലെ തന്നെ നാട്ടുകാരെയും കാണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിശക്തമായ നടപടി ഈ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടാകണം. അടിയന്തരമായിട്ട് അയാളെ സസ്പെൻഡ് ചെയ്തിട്ട് അയാൾക്കെതിരായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അയാളെ അറസ്റ്റ് ചെയ്യണം. കഴിവുള്ളിടത്തോളം അയാളെ സർക്കാരിൽ നിന്ന് പിരിച്ചുവിടണം. കാരണം ഇങ്ങനെയുള്ള മിസ്ബിഹേവിയർ, ഒരു അബദ്ധവശാൽ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേറി പറഞ്ഞ് ഒരു ചീത്ത വിളിച്ചോ എന്നൊക്കെ അല്ല. ഇത് അയാളുടെ സ്റ്റൈല് നമ്മൾ കണ്ടല്ലോ. അത് സമൂഹത്തിനും സർക്കാർ ജീവനക്കാരനും ഒരു സർക്കാരിനും പറ്റിയതല്ല. അതുകൊണ്ട് അയാൾക്കെതിരായിട്ട് അടിയന്തരമായി നടപടിയെടുക്കണം, കേസെടുക്കണം. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുകയും ചെയ്യണം. അവിടുത്തെ ലോക്കൽ പോലീസ് ഒരു അശ്ലീല പ്രദർശനത്തിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.